ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. നമ്മളിന്ന് ഏത് പടത്തിനാണ് വെഡിങ് ആണ്. വർക്കൗട്ട് നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യേകത, ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങൾ ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെയല്ല, ഞങ്ങളുടെ ഒരു വർഷം കംപ്ലീറ്റ് ആയി. എന്നുവെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ടാസ്ക് ആണെന്ന്, പക്ഷേ ടാസ്ക് അല്ല. നമ്മൾ ഒരു എന്താ പറയുക, താലി കിട്ടി ഒരു കുടുംബമായി ഒരു ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ എന്താ പറയുക, ഭയങ്കര സന്തോഷവാനും സന്തോഷവതിയുമാണ്. പിന്നെ ഒരു ചെറിയ വിഷമം എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് അച്ഛൻ്റെ ഒരു വിയോഗത്തിൽ നമ്മൾ ചെറിയൊരു വിഷമത്തിലാണ്. അതിൽ അവളും കുറച്ച് സാഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ ഒന്ന് ഓണാക്കണം എനിക്ക്. അതുമാത്രമല്ല, എന്താ പറയുക, എനിക്ക് അവൾ കുറേ സർപ്രൈസുകളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചൊന്നും അതുപോലെ കൊടുക്കാറില്ല. എനിക്കങ്ങനെ അറിയില്ല, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു സർപ്രൈസ്, നമ്മൾ വലിയൊരു സംഭവമല്ല, ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ വലിയ ആഘോഷങ്ങളായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾക്ക് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സാഹചര്യം അങ്ങനെ ആയില്ല. എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം അങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു സംഭവം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് മീറ്റ് വില്ലാമയിലായിരുന്നു. വില്ലാമയ എല്ലാവർക്കും അറിയും തോന്നുന്നു, ട്രിവാൻഡ്രത്ത് വില്ലാമയ എന്ന് പറഞ്ഞുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇന്ന് എന്താ പറയുക, നമ്മുടെ ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തു, ARM. അപ്പോൾ ഉച്ചയ്ക്കാണത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോയിട്ട് നേരെ അവൾ അറിയാതെ നേരെ ഞങ്ങൾ വില്ലാമയ പോകാന്നുള്ള പ്ലാനാണ്. അവൾ സർപ്രൈസായിട്ട് കൊണ്ടിരിക്കുക. അവൾ സർപ്രൈസ് ആവുമെന്നൊന്നും അറിയില്ല, എന്നാലും അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ച് കേക്കൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ നൈസായിട്ട് എന്താ പറയുക, വൈകിട്ട് സിനിമ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറി മിൽക്ക് ഒക്കെ മേടിച്ച്, സംഭവം മറ്റേ സാധനം ബബ്ലിയും മറ്റേ ഇത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അപ്പോൾ ഇതൊക്കെ മേടിച്ച് വെച്ച്, ഇതിലൊന്നും അവൾ വീഴില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്താ പറയുക, അതൊക്കെ മേടിച്ചു. ഇനി ബുക്ക് ചെയ്തു, കേക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ടൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ നമ്മൾ രണ്ടാളും മാത്രം, വേറെ ആഘോഷങ്ങളായിട്ടില്ലാത്തതുകൊണ്ട് വേറെ ആരെയും അങ്ങനെ വിളിച്ചൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ രണ്ടാളും മാത്രം, നമ്മുടെ സ്വർഗം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇവള് അങ്ങനെ പറയുള്ളൂ. നമ്മളിന്ന് ഏത് പടത്തിനാണ്? ARM-നാണോ അതോ അജയന്റെ രണ്ടാം വർഷത്തിനാണോ? ഹലോ ഗൈസ്, വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. ബ്ലാക്കും നല്ല രസമുണ്ട്. നമ്മൾ ഞാനല്ലെങ്കിൽ ഏത് ഡ്രസ് ഇട്ടാലും ഇങ്ങനെ അതേപോലെ എടുത്ത് നോക്കിയാണ് ഞാനല്ലെങ്കിൽ കപ്പിൾ ഗോൾസ്. ഞാൻ മറ്റേ ധൂമജാലയിലെ കൃഷ്ണൻ അയാളെ പടയാണ്. സീറ്റ് ബെൽറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ആരാണ് ഇടേണ്ടത്? യെസ്, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഞങ്ങൾ ഉച്ച നേരത്ത് സിനിമ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ഒരു സിനിമയിൽ ഒതുക്കി കളഞ്ഞിരിക്കുന്നു. എന്താ ചെയ്യാലേ, നമുക്ക് സ്വിറ്റ്സർലാൻഡ് വിട്ടല്ലോ. സിനിമ 1 മണിക്കാണേ. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് 12:50. എങ്ങനെയുണ്ട്? എപ്പോൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്താലും ആ കറക്റ്റ് ടൈമിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ അല്ലാതെ ഇറങ്ങില്ല. അതാണ് വേറൊരു കാര്യം. വല്ലാത്തൊരു സിനിമ കാണല്ല നമ്മൾ. പിന്നെ എല്ലാവരും ഓണം കഴിച്ച് പൊളിച്ചെന്ന് വിചാരിക്കണം. യെസ്, ഓഫ് കോഴ്സ്.
ഞാൻ അവരുടെ ചോദിച്ചു നീ എന്തിനെല്ലാം പറയുമ്പോ ഏച്ചു പിടിക്കുന്നേ. ഓണം എല്ലാരും നന്നായി അടിച്ചു വിളിച്ചു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മൾ കഴിഞ്ഞ തവണയല്ലേ നന്നായി ആഘോഷിച്ച്. അച്ഛനുണ്ടായിരുന്നപ്പോ നമ്മളങ്ങനെ ഒരുപാട് ആഘോഷമൊന്നും അങ്ങനെ ഒന്നിനോടും അങ്ങനെ അച്ഛനില്ലാത്തത് കൊണ്ട് ആ ആളുടെ ഒരു പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നിനും താല്പര്യം തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ എന്തോ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. ഓൺ ചെയ്യാന്നുള്ളതുകൊണ്ട് അങ്ങനെ ഹാപ്പി ആവാൻ ശ്രമിക്കുന്നു. ഹാപ്പിയാണ് അല്ലാന്നല്ല. എന്റെ കൂടെ നീ ഹാപ്പി അല്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? പാർക്കിങ്ങിൽ എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ പതുക്കെ ചൽത്താ യെസ്. അങ്ങനെ ഞങ്ങൾ പടക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഫ്ലാറ്റിലോട്ട് നമ്മൾ തിരിച്ചു. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ചാടണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ ഇറക്കണം. അപ്പോൾ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. വർക്കൗട്ടൊന്ന് നോക്കട്ടെ. നൈസായിട്ട് അവിടെ എത്തിക്കണം. യെസ്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ്. തയ്യാറെടുപ്പ് നടത്താം. എന്ത് ഫുഡ് അടിക്കാം? അൺലിമിറ്റഡ് ഫുഡ് നമുക്ക്. എന്നിട്ട് ഒന്നും കഴിക്കാൻ ഒരു ബിരിയാണി വെച്ച് 3 ആളൂടെ കഴിക്കും. എന്താന്നറിയില്ല, പഴയ പോലെ ഒന്നും തിന്നാൻ പറ്റില്ല. Every thought of you, you're the one I can't let go. In your arms I find my home. Love, sweet love, it's you I'm dreaming of. Every moment with you feels like a gift from above. Forever and always, you're the one I adore. In your love I find my forevermore. Find my forevermore, the more. Through every storm, you're my guiding light. In your eyes I see the stars align. With you I'm whole, with you I'm complete. In
In your love my heart finds its beat. Love, sweet love, it's you I'm dreaming of. Every moment with you feels like a gift from above. Forever and always you're the one I adore. In your love I find my forevermore. In your arms I feel alive. With you I soar and thrive. A love story written in the skies. In your love my spirit flies. Love, sweet love, it's you I'm dreaming of. Every moment with you feels like a gift from above. Forever and always you're the one I adore. In your love a love story in memory stored. You're my guiding light. In your eyes I see the stars align. With you അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് വേറൊരു സ്ഥലത്തോട്ട്. അങ്ങനെ ആ സ്ഥലത്തിന്റെ പേരാണ് മായിൽ തുടങ്ങും കായിൽ അവസാനിക്കും. എന്താണ്? നീ പറ വില്ലമേലെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. വില്ലം സത്യം കേട്ടോ, ഫുഡ് അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലമായിരുന്നു വില്ലാമായ. നമ്മുടെ അരുന്ധതി, ആക്ട്രസ് അരുന്ധതി അറിയായിരിക്കും. ഇപ്പം ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടാണ്, അവളുടെ അനിയത്തിയാണ്. പക്ഷെ ഇത് തലയിൽ മൊത്തം കുരുപ്പാണ്. ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ എന്താ പറയാ നമ്മുടെ ഈ ആനിവേഴ്സറിന്റെ ചെറിയൊരു എന്താ പറയാ ഡിന്നർ അത്രേ ഉള്ളൂ. പിന്നെ ഒരു കേക്ക് വാങ്ങിയാ കേക്കൊക്കെ വാങ്ങിയിട്ട് നല്ല, അത് ഏതാടാ, ചോക്ലേറ്റ് ട്രഫിലാണോ? നല്ല അടിപൊളിയായിരുന്നത്. അങ്ങനെ അടുത്ത് നമ്മൾ നെക്സ്റ്റ് വേറെ സ്ഥലത്ത് പോവാണ്. അത് ഏതാ സ്ഥലം എന്നുള്ളത്, അടുത്ത് പോകുന്ന സ്ഥലത്തിന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പായില് തുടങ്ങി ലായി അവസാനിക്കും. ലായിൽ അവസാനിക്കും. പറയും ലുല്ലുമാളെന്നല്ലേ ഉദ്ദേശിച്ചത്? ലുല്ലുമാള. ദേണ്ട ഇവിടെ ഒരു തിരിപ്പുണ്ട്. ഇവളുടെ ഒരു കാര്യം കേൾക്കണം. ഇവരെനിക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്തപ്പോ ഇവളത് അടിപൊളിയായിട്ട് പൊളിച്ചു. എന്റെ അടുത്ത് റൂമിൽ വന്നിട്ട് പറയാണേ, അവര് സർപ്രൈസ് ആണെന്ന് തോന്നുന്നു പ്ലാൻ ചെയ്യണെന്നൊക്കെ. സത്യമായിരുന്നു. അയ്യോ ഇരുട്ടായി ഗൈസ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു, എല്ലാം കഴിഞ്ഞു, തിരിച്ചു വന്നു, വീട്ടിലത് കയറാൻ പോകുന്നു. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു മണിയായി സംഭവമൊന്നുമില്ല. അപ്പോൾ ആരതി ഉണ്ടായിരുന്നു, ആരതി അവളെ വീട്ടിൽ കൊണ്ടാക്കി ചുമ്മാ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി അല്ലേ. നമ്മൾ ആരതിയുടെ ചേച്ചീനെ അരുന്ധതി നായറിൻ്റെ കാര്യം കുറച്ച് പേർക്കൊക്കെ അല്ലേ, ഒട്ടുമിക്ക എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. ആക്സിഡന്റ് പറ്റി ഇങ്ങനെ ആ ഒരു പുള്ളിക്കാരത്തിനെ കണ്ടു. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതാ ലേറ്റ് ആയത്. ഉറക്കം ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡേ കഴിഞ്ഞിരിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യോ കറണ്ട് പോയി. അപ്പോൾ അങ്ങോട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു അസ്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ബൈ.